ഗൈസ്, ഇന്നലത്തെ അർജന്റീന ഈജിപ്റ്റ് കളി കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് രാവിലെ ഇൻസ്റ്റ ഒന്ന് തുറന്നു നോക്കിയപ്പോൾ കേരളത്തിലെ സകലമാനം പേരും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയി. എന്താ ആൾക്കാരാ വരുന്നത്? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ആൾക്കാരെ കണ്ടിട്ടില്ല. ഇന്നലെ ഞാൻ നോക്കിയായിരുന്നു, ഇന്നലെ കണ്ട മുഖങ്ങളേ അല്ല ഇന്ന് രാവിലെ വന്ന്. കോൺട്രവേഴ്സിക്ക് അപ്പുറം കോൺട്രവേഴ്സി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് അറിഞ്ഞോടത്തോട് ചോദിക്കാം, നിങ്ങൾ ഇത്രയും ഒബ്സസ് ആയിരുന്നു മെസ്സിയുടെ അടുത്ത്? എൻ്റെ ജീവിതത്തിൽ ഇത്രയും മനുഷ്യരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എന്തോടെ ഒരു റീലി കഴിയുമ്പോൾ അടുത്ത ആൾ കഴിയുമ്പോൾ അടുത്ത ആൾ. എൻ്റെ ദൈവമേ, നിങ്ങളെ ഒരു കാര്യം, നിങ്ങൾ ഇപ്പോൾ കുറേ മാര് കൊണ്ടുവന്ന കോൺട്രവേഴ്സി കേൾക്കണം. ഇലുമിനാറ്റി, നെയ്മറിനും റൊണാൾഡോയ്ക്കും ഇലുമിനാറ്റി സപ്പോർട്ടില്ല, മെസ്സിക്ക് ഇലുമിനാറ്റിയാണ്, അതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറെ പറയണം. എൻ്റെ ദൈവമേ, എടാ നമ്മൾ അടുപ്പിച്ച് 4 ഫൈനൽ തോറ്റതാണ്. 4 ഫൈനൽ, ഒരെണ്ണം വേൾഡ് കപ്പ് ഫൈനലാണ്, അത് 2014. അത് നിങ്ങൾ ഓർക്കണം. അത് അന്ന് നിങ്ങളൊക്കെ ഈ ഫിഫ പോയെന്നൊന്നും ഒരു പേരും നിങ്ങൾ നമ്മുടെ അടുത്ത് വിളിച്ചില്ല. അതിന് മുമ്പ് നിങ്ങൾ എന്താ പറയുക, ക്ലബ് പ്രോഡക്റ്റ്, മറ്റേ എന്തോ ഇന്റർനാഷണൽ ഫ്ലോപ്പ് എന്നൊക്കെ. എടാ, എന്നിട്ട് അർജന്റീന 2022 വേൾഡ് കപ്പ് അടിച്ചപ്പോൾ നിങ്ങൾക്കത് ഫിഫ പോയായി, ഫിഫയുടെ സപ്പോർട്ടായി. എടാ, ഒരാളുടെ ഗ്രേറ്റ്നെസ്സിനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും, മനസ്സിലായ? അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും, അത്രേ പറയാനുള്ളൂ. പിന്നെ കരയേണ്ടവർക്ക് കരയാം, ഇരുന്ന് കരഞ്ഞോ, അതിനൊന്നും ഞാൻ പറയുന്നില്ല. കരയേണ്ടവർ കരഞ്ഞു. ആളുടെ ഗ്രേറ്റ്നെസ്, ആൾ അച്ചീവ് ചെയ്തത്, ആ അർജന്റീന ടീമിനെ കൊണ്ടുപോയത്, അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും. നിങ്ങൾക്കൊക്കെ അത് പറ്റത്തില്ല എന്നറിയാം, എന്നാലും ഒന്ന് പഠിക്കത്, ഒന്ന് അക്സെപ്റ്റ് ചെയ്യും. എന്താടാ കൂട്ടക്കരച്ചിൽ എന്നല്ലോ എൻ്റെ ദൈവമേ, കരഞ്ഞോ.